പ്രതികാരം അന്ന അലൈഹിം ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവരിൽ ഉണ്ടാവട്ടെ, വൽ മലായിക, മലക്കുകളുടെ സകലം ശാപം അവരിൽ ഉണ്ടാവട്ടെ, വന്നാസി അജ്മഈൻ, സകലം മനുഷ്യരാശിയുടെ ശാപം അവർക്കാണ്. അല്ലാഹു പറയുന്ന വാക്കാണിത്. മുർത്തദീങ്ങൾ, ഇസ്ലാമിലേക്ക് കേട്ടോട്ടായി പോയവര്, അവർക്ക് അള്ളാഹുവിന്റെ ശാപം, മലക്കുകളുടെ ശാപം, മനുഷ്യന്മാരുടെ ശാപം എന്ന് മാത്രമല്ല, ഖാലിദീന ഫീഹാ, ആ ശാപത്തോടു കൂടി അവർ കിടക്കുന്നതായ നരകലോകത്ത് അവർ എന്നും താമസിക്കേണ്ടവരാണ്. ലാ യുഖഫഫു അൻഹുൽ അദാബ്, ശിക്ഷ അവർക്ക് ലഘൂകരിക്കപ്പെടുക തന്നെ ഇല്ല. വലാഹും യുൻദറൂൻ, അവരുടെ ഭാഗത്തേക്ക് നോക്കപ്പെടുകയും ഇല്ല. അവരെ ശിക്ഷിക്കപ്പെടുന്നതായ നരകത്തിലേക്ക് അവരെത്ര തന്നെ വിളിച്ച് അട്ടഹാസിച്ച് പറഞ്ഞാലും ആരും അവരെ കൂട്ടാക്കുന്നതല്ല. ഓരോന്ന് ശബ്ദിച്ചു പോകരുത് എന്ന് മലക്കുകൾ അവരോട് പറയും, മിണ്ടിപ്പോകരുത് എന്ന് മലക്കുകൾ അവരോട് പറയും. അതൊക്കെ ഖുർആൻ ശരിയാണ്. എന്ത് വേണം രക്ഷപ്പെടാൻ? ഇല്ലല്ലദീന താബൂ, പാശ്ചാത്തപിച്ചവരൊഴിച്ച്, മിൻ ബഅദി ദാലിക, മുർത്തദ്ദായ ശേഷം, മുർത്തദ്ദായി കഴിഞ്ഞ ശേഷം സത്യം മനസ്സിലാക്കിയിട്ട് 5 വക്ത് നമസ്കരിക്കുവാനും ഇസ്ലാം മതം സത്യമതമാണെന്ന് വിശ്വസിച്ച് അതിലേക്ക് മടങ്ങുവാനും തീരുമാനിച്ച് അങ്ങനെയുള്ളവർക്ക് അല്ലാഹു മാഫ് ചെയ്തു കൊടുക്കുന്നതാണ്. എന്നിട്ട് വീണ്ടും അത് തുടരുന്നു, ഇന്നല്ലദീന കഫറൂ ബഅദ ഈമാനിഹിം, മുസ്ലിങ്ങളായ ശേഷം മുർത്തദീങ്ങളായിട്ട് കാഫറാകുന്നവരോ, തുമ്മദ്ദാദു കുഫ്റൻ, പിന്നെ സത്യമാണെന്ന് വീണ്ടും മനസ്സിലാക്കാനുള്ള ചാൻസ് കിട്ടിയതിന് ശേഷവും വീണ്ടും ദീനിലേക്ക് മടങ്ങി വരാൻ തീരുമാനിക്കാതെ അതിൽ തന്നെ അടിയുറച്ചിട്ട് 3 വക്ത് തന്നെ നമസ്കരിച്ചു കൂടാൻ തീരുമാനിക്കുകയാണെങ്കിലോ, ലൻ തുഖ്ബല തൗബതുഹും, അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതേ അല്ല, പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുന്നതേ അല്ല. അവരാണ് അങ്ങേയറ്റം വഴിപഴച്ചവര്. ഇന്നല്ലദീന കഫറൂ, സത്യനിഷേധികൾ, എന്നിട്ട് സത്യനിഷേധിയായിട്ട് മരിക്കുന്നവര്, അവരിൽ നിന്നിട്ട് ഈ ഭൂമി സകലം സ്വർണം കൊണ്ടുവന്നിട്ട് അത് ദീനിന് സമർപ്പിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാലും അല്ലാഹു അവരിൽ നിന്നിട്ട് പശ്ചാത്താപം സ്വീകരിക്കുന്നതേ അല്ല. ഒരൊറ്റതാപി അത് അവർ നൽകിയാലും ശരി, ആർക്കാണ് നൽകാൻ പറ്റുക? ഭൂമിയുടെ ഭൂമി നിറയെ സ്വർണം നൽകിയിട്ട് അള്ളാന്റെ വഴിയിൽ റബ്ബേ ഒന്ന് എന്റെ തൗബ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കോ, 5 വക്തിന് പകരം 3 വക്ത് നിസ്കരിക്കുന്നവർക്കോ, അള്ളാഹുന്റെ ഇസ്ലാമാകുന്ന മതത്തെ സത്യമതമായി അംഗീകരിക്കുന്നതിന് പകരം ശോദ്രീതമോ സെക്യുലറിസമോ മറ്റേതെങ്കിലും അനിസ്ലാമിക ഇസമോ അംഗീകരിച്ചുകൊണ്ട് അത് നല്ല മതമാണ്, അല്ലെങ്കിൽ അത് നല്ല തത്വമാണ്, ഇസ്ലാം പരിപൂർണമല്ല എന്ന തെറ്റിദ്ധാരണ പുലർത്തിക്കൊണ്ട് മുർത്തദ്ദായി പോകുന്ന വിഭാഗമോ, അങ്ങനെയുള്ള വിഭാഗത്തെ കുറിച്ച് എന്നിട്ട് അങ്ങനെ തന്നെ അടിയുറച്ച് സത്യം മനസ്സിലായ ശേഷം സ്വീകരിക്കാൻ മുന്നോട്ട് വരാതെ അങ്ങനെ തന്നെ മരിച്ചു പോവുകയാണെങ്കിൽ അവർ ഭൂമി സകലം നിറയെ സ്വർണം അള്ളാഹ്ക്ക് സമർപ്പിച്ച് എന്നെ ഒന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതല്ല എന്ന് അല്ലാഹു പറയുകയാണ്. ഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അല്ലാഹു സഹായിക്കുന്നവരിൽ അവർ പെടുന്നതല്ല. അതെ, ആരെങ്കിലും ഇസ്ലാമിൽ നിന്നിട്ട് ഈ വിശുദ്ധ മതത്തിൽ നിന്നിട്ട് അടിയുറച്ച് ജീവിച്ചതിന്റെ ശേഷം പിന്നെ എക്കുശക്കു കൊണ്ടോ സംശയം കൊണ്ടോ അല്ലെങ്കിൽ വല്ല ഓറിയന്റലിസ്റ്റുകാരുടെ മാർഗ സത്തുകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ ഓറിയന്റലിസ്റ്റുകാരുടെ മക്കൾ അവരുടെ അനുയായികൾ ചാരന്മാർ എഴുതിവിടാനുള്ളതായ 3 വക്തിന്റെ ഉടമകൾ പ്രചരിപ്പിക്കുന്നതായ ലഘുലേഖകൾ വായിച്ചിട്ടോ ആരെങ്കിലും ഇസ്ലാമിൽ നിന്നിട്ട് പുറത്താകുമ്പോൾ അവൻ ആക്കിലാണെങ്കിൽ ബാലികാണെങ്കിൽ അവനെ നാം അമുസ്ലിമായി ഗണിക്കുന്നു എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ആക്കിലും ബാലികും പ്രായം തികഞ്ഞവരും ബുദ്ധിയുമുള്ളതായ ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ചിന്താഗതികൾ വെച്ച് പുറത്തുന്നതെങ്കിൽ അവൻ അമുസ്ലിമാണ് എന്നായിരിക്കും നാം തീരുമാനിക്കുക. ഇത് ഈ നിയമം അനുസരിച്ചിട്ടാണ് മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ നിന്ന് 11 നേതാക്കൾക്ക് നൽകിക്കൊണ്ട് പോരാടാൻ വേണ്ടി അയച്ചിരുന്നത്. എന്നിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയാണ്, മഹാ അപകടമായിട്ടാണ് ഞങ്ങൾ മുർത്തദ്
മുർത്തദ്ദീങ്ങളായപ്പോൾ കണ്ടത്. ഇസ്ലാമിൽ നിന്നിട്ട് വ്യതിചലിച്ചതായ വിവാദം ചില കള്ളനബിമാർ ഉടലെടുത്തു. അബൂബക്കറിന്റെ കാലഘട്ടത്തിൽ അതിൽ പെടും. അതുപോലെ തന്നെ മുസൈലിമത്തുൽ കദ്ദാബ് റസൂലിന്റെ അവസാനത്തെ വർഷം, മരണപ്പെട്ട വർഷത്തിലാണ് അവൻ ഉടലെടുത്തത്. അവനോടും പോരാടിയത് അബൂബക്കർ തന്നെയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് പറയുന്നു, അബൂബക്കർ ഇല്ലെങ്കിൽ അള്ള കഴിഞ്ഞാൽ, അള്ള ഞങ്ങൾക്ക് അബൂബക്കറിലൂടെ നന്മ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ അപകടത്തിൽപ്പെട്ടു നിന്നേ. ഒരോട് കൂടിയത് ആ മുർത്തദ്ദായി പോവുക എന്ന വിദ്ദത്തി എന്ന മാരകമായ രോഗത്തെ ഇസ്ലാമിൽ നിന്നിട്ട് മുറിച്ചു കളഞ്ഞ് ശുദ്ധീകരിക്കാനുള്ളതായ ആ കരുത്ത മഹാനായ അബൂബക്കറിന് ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയും. അതെ, ഇവിടെ പണ്ടൊരു കാലത്ത് അങ്ങനെ സംഭവിച്ചപ്പോൾ ഇസ്ലാമിക ഗവൺമെന്റ് ആയതുകൊണ്ട് സേനയെ അയച്ചു കൊടുത്തുകൊണ്ട് അവരെ നന്നാക്കിയെടുക്കാൻ സാധിച്ചു. പലരും മുർത്തദ്ദീങ്ങൾ ഇസ്ലാമിലേക്ക് മടങ്ങി വരികയും ചെയ്തു. വരാത്തവരെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് ശരിക്ക് എന്ത് ചെയ്തു? ശിക്ഷിച്ചു, ശിക്ഷാ നടപടികൾ കൈക്കൊണ്ടു. എന്നാൽ ഇവിടെ സത്യം മനസ്സിലായ ശേഷം, ഖുർആനും സുന്നത്തും പ്രകടമായി വ്യക്തമായ ശേഷം, സത്യം ഉൾക്കൊള്ളാൻ തുനിയാത്തതായ വിഭാഗത്തെ കുറിച്ച് അല്ലാഹു പറയുന്ന ശൈലി കാണുക. ഈ ശൈലിയിൽ നമ്മൾ ധാരാളം കാണാം. സത്യം മനസ്സിലാക്കിയിട്ട് വേണ്ട എന്ന് വെച്ചവരെ കാണാം. അവര് ഇൽമോട് കൂടി ഹവയെ വഴിപ്പെടുന്നവർ, അവർ മുശ്രിക്കുകൾ. അവർ നീ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ ഒരു വിഭാഗത്തെ കുറിച്ച്. ആരാണവര്? അവന്റെ ഇലാഹ്, അവന്റെ ദേഹിച്ചിയാക്കി മാറ്റിയവര്, ദേഹിച്ചയെ ആരാധ്യ വസ്തുവാക്കി മാറ്റിയവര്. അപ്പോൾ ദേഹിച്ചയെ ആരാധ്യ വസ്തുവാക്കി മാറ്റലപ്പോഴാണ് ദേഹിച്ച പറയുന്നു, ഇരിക്കേണ്ട അവിടെ കിടന്നു നോക്കിക്കോ. ആരാണ് വന്ന് മനക്കടാൻ പറഞ്ഞത്? നിനക്ക് പ്രയാസമല്ലേ ഇപ്പോൾ വളരാൻ? ദേഹിച്ച പറയുന്നത് വിശ്രമമാണ്. ദേഹിച്ചയ്ക്ക് ആവശ്യമുള്ള എയർ കണ്ടീഷനാണ്. ദേഹിച്ചയ്ക്ക് ആവശ്യമുള്ള തണുപ്പാണ്. ദേഹിച്ചയ്ക്ക് ആവശ്യമുള്ള തണുപ്പ് സഹിക്കാൻ, ചൂട് സഹിക്കാൻ പറ്റായികയാണ്. ദേഹിച്ച പറയുന്നതിനനുസരിച്ചുകൊണ്ട് വേണ്ട നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് തല്ലി അത് ഒഴിവാക്കി നമസ്കാരം ഉപേക്ഷിച്ച് എല്ലാ നേരത്തും കളിയിലൂടെ വിനോദത്തിലൂടെ ജീവിക്കുന്നവരും എന്ന് കുറവല്ല. അങ്ങനെയുള്ളവര് തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലെങ്കിൽ ദേഹിച്ചേക്ക് അനുസരിച്ചവരിൽ പെട്ടുപോകുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപകടത്തിൽ അപകടമാണ്. ദേഹിച്ച് ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കൽപ്പനയെക്കാളും പരിഗണന ദേഹിച്ചയുടെ കൽപ്പനക്ക് നൽകുക. മനസ്സിലായില്ലേ? അള്ളാന്റെ കൽപ്പന നമുക്കറിയാം. ആ കൽപ്പനയ്ക്ക് വിപരീതമാണ് ദേഹിച്ച പറയുന്നതെങ്കിൽ ആ ദേഹിച്ചയെ സമാധാനിപ്പിക്കാം, അള്ളാനെ വെറുപ്പിക്കാം എന്ന് വെക്കാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവനോടുള്ള ദേഷ്യം, കോപം കൊണ്ട് അവൻ അള്ളാന്റെ കൂടെ ശിർക്ക് വെച്ചവനായിട്ടാണ് അള്ളാന്റെ പ്രഖ്യാപനം. ആരെ ശിർക്ക് വെച്ചു? എന്തിനെ ശിർക്ക് വെച്ചു? ദേഹിച്ചയെ ശിർക്ക് വെച്ചു. അള്ളാന്റെ കൂടെ ഒരു ദൈവമാക്കി മാറ്റി ദേഹിച്ചയെ. എന്റെ ശൈലിയല്ല, അള്ളാന്റെ ശൈലിയാണ്. ഇങ്ങനെയുള്ള വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളതോട് കൂടി പഠിപ്പിച്ചവനാണ്. അറിവുള്ളതോട് കൂടി പഠിച്ചവൻ. എന്താ അവന് അറിവ് കുറവുണ്ടോ? ഇല്ല. ഞാൻ ഈ ശിർക്കിലേക്ക് പെട്ടവരെ ഉദാഹരണം പറയുന്നതിന് പകരം നമുക്ക് സാധാരണ കണ്ടു പരിചയമുള്ളവരെ ഞാൻ ഉദാഹരണം പറയാം. അറിവുള്ളതോടുകൂടി വ്യതിചലിക്കുന്നതിന് ഉദാഹരണം, ചില നമസ്കരിക്കാത്ത, മതം പൊട്ടി നടക്കുന്ന, ക്ലാസ്സിലൊന്നും വരാത്ത ചിലരെ ഞാൻ വഴിയിൽ കണ്ടപ്പോൾ നല്ല പരിചയമാണ്, നല്ല സ്നേഹമാണ്. കണ്ടാൽ എന്നോട് അങ്ങനെയുള്ള കൂട്ടത്തിലുള്ള ആൾ ചോദിക്കാണ് കണ്ടോടാൻ തന്നെ, അല്ല മൗലവി, ഈ തഹജ്ജുദിന് ശേഷമാണോ വിത്ർ നിസ്കരിക്കേണ്ടത്, തഹജ്ജുദിന് മുമ്പാണോ വിത്ർ നിസ്കരിക്കേണ്ടത്? എനിക്കറിയാം, അദ്ദേഹം ഇവരറിയാത്ത മനുഷ്യനാണ്. അദ്ദേഹം മദീനയിൽ വന്ന ശേഷം കാണാത്ത മനുഷ്യനാണെന്ന് അറിയാം. പക്ഷേ ഇൽമുള്ളതോട് കൂടി എന്ന് പറഞ്ഞാൽ അറിവുള്ളതോട് കൂടി, അറിവോട് കൂടി പിഴക്കുന്നവനെന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ ചെയ്താണ്. പിന്നെ ഒരാള് ഇത് വലിയ ക്ഷണിക്കപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകേണ്ടി വന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ ഞാൻ കാണാൻ പറ്റാത്ത